ഹായ് ഹലോ. അപ്പം എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 10ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അനുമോളും ശൈത്യയും കൂടെ കുറച്ച് ദിവസമായിട്ട് ജിസേലിൻ്റെ മേക്കപ്പ് സെറ്റും തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നടക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ഇതിനൊരു പ്രശ്നമായി മാറുമെന്ന്. അതിന്നാണ് സംഭവിച്ചത് 10ാമത്തെ ദിവസത്തിൽ. പിന്നെ കൂടാതെ അനീഷിൻ്റെ ടാക്ടിക്സ് ഏറെക്കുറെ എനിക്ക് മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ മിഡ് വീക്ക് എവിക്ഷനിലുള്ളവർക്ക് ഇന്നൊരു ഗെയിം നടത്തിയിട്ടുണ്ടായിരുന്നു, കോൾഡ് വാർ എന്ന ഗെയിം. അതും നല്ല ഗെയിമായിരുന്നു. പിന്നെ ബിന്നിയുടെ ഒരു ഫൗൾ പ്ലേ, അനീഷ് സ്ക്രീൻ സ്പേസിന് വേണ്ടി അടുത്തൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതും ഇന്ന് പ്രധാന സംഭവമായിരുന്നു. ഒരിടത്ത് ആ ടാസ്ക് ഇന്ന് കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. അത്യാവശ്യം നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് എന്ന് കാണിക്കുന്ന പിന്നെ ജീവിതാനുഭവങ്ങളാണ് കണ്ടസ്റ്റൻസ് പങ്കുവച്ചത്. പിന്നെ നിവിൻ്റെ ആസ് യൂഷ്വൽ കോമഡി പരിപാടികൾ. അപ്പം നമുക്ക് ആദ്യം തൊട്ട് വരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ അനീഷിൻ്റെ ടാക്ടിക്സ് തുടങ്ങാം. അനീഷിൻ്റെ ടാക്ടിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് വേണം. എവിടെ? TV ചാനലിന്. അതിന് പുള്ളി കണ്ടെത്തുന്ന മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ തന്നെ കിച്ചൺ അല്ലെങ്കിൽ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ പുള്ളിയുടെ മുഖത്തേക്ക് ആ ക്യാമറ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇന്ന് രാവിലത്തെ കാര്യം, അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ ജിസയിലും പിന്നെ അനീഷുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്ന സാധനമില്ല. കാര്യം കുറച്ച് ബോസിയാണ് ജിസയിൽ എന്നൊക്കെയാണ് പറയുന്നത്. അത് സ്ഥാപിച്ചെടുക്കാൻ അനീഷിന് പെട്ടെന്ന് വാക്ചാതുര്യം കൊണ്ട് പറ്റുകയും ചെയ്യും. അപ്പം ആ ഒരു കാര്യം അവിടെ തൊട്ട് തുടങ്ങി അനീഷിന് ആ സ്ക്രീൻ സ്പേസ് കിട്ടി. അപ്പോൾ എല്ലാ ദിവസവും നോക്കിയാലും, ഇന്നലെ നോക്കിയാലും രാവിലെ ഒരു പ്രശ്നം, പിന്നെ അനീഷിലൂടെ ഫോക്കസ് പോകുന്നു. ഇന്ന് നോക്കിയാലും അത് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു മുന്നത്തെ ദിവസങ്ങളിലും അത് തന്നെയാണ്. നിങ്ങളൊന്ന് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് ഞാൻ കണ്ടെത്തിയ ടാക്ടിക്സ്. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. ഇനി അടുത്തതായിട്ട് പിന്നെ നമ്മുടെ അനുമോളും ശൈത്യയും നടത്തിയ CID പോരാട്ടം. അത് ഇന്നൊരു ക്ലൈമാക്സ് ഉണ്ടായി എന്ന് പറയാറായിട്ടില്ല. ഇന്നൊന്ന് ചെറുതായിട്ടൊരു പിന്നെ ഒരു ഒരസലുണ്ടായി ജിസയിലും നമ്മുടെ അനുമോളും തമ്മിൽ. അവർ തമ്മിൽ ചെറിയൊരു ഒരസലും പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് കൂടിപ്പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിസയിലിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത് പിന്നെ അനുമോൾ കൈയോടെ പൊക്കി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലാൽ സാറ് വരുമ്പോൾ പറയാനാണ് കൂടുതൽ ചാൻസ്. അനുമോൾ ഇട്ടത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മറ്റേ ഇത് തേച്ചിട്ടാണ് അനുമോൾ ലിപ്സ്റ്റിക് ഇട്ടത്. പക്ഷേ ജിസയിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ജിസയിലിന് ഫൗണ്ടേഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ഇടി വെടി പുകയായിരുന്നു ഇന്ന് സംഭവിച്ചത്. ഓക്കെ, സോ അത് അനുമോൾ സ്ക്രീൻ സ്പേസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ മറ്റേ കോൾഡ് വാറിൻ്റെ ശേഷം നടന്ന കുറച്ച് കാര്യങ്ങളിലും അനുമോളിന് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അത് കോൾഡ് വാർ എന്ന ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ മാക്സിമം കയറ്റാൻ പറ്റുന്ന സാധനം കയറ്റുക എന്നതായിരുന്നു ഗെയിം. അതിൻ്റെ നമ്പേഴ്സിലാണ് അവർ വിജയിക്കുക. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്ബറുടെ ടാക്ടിക്സ് ആയിരുന്നു. അക്ബർ പറഞ്ഞു ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനമേ കൂടുതൽ എടുക്കാൻ പാടുള്ളൂ, ബാക്കി കുറേ തലോണ, ബെഡ്ഷീറ്റ്, അത് ഇത് കവറ്, പെട്ടി, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെക്കാനുള്ള ടാക്ടിക്സ് അക്ബറാണ് പറഞ്ഞത്. അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കി. അതുകൊണ്ട് അവർക്ക് കിട്ടി. അതായത് ഫ്രിഡ്ജിലേക്കാണ് സാധനം കിട്ടുന്നത്. സാധാരണ ഫ്രിഡ്ജിൽ എന്താണ് വെക്കുന്നത്? പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മുട്ട, അങ്ങനത്തെ സാധനങ്ങളല്ലേ. അപ്പം അക്ബറുടെ ടാക്ടിക്സ് ആയിരുന്നു അത്. പക്ഷേ അത് ബാക്കി ആരും ഫോളോ ചെയ്തില്ല. നമ്മുടെ അപ്പാണി ശരത്ത് അത് ഫോളോ ചെയ്യാൻ നോക്കി. പക്ഷേ അനീഷ് പറഞ്ഞു ഇല്ല, നമുക്ക് ഫ്രിഡ്ജ് നിറയ്ക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവർ ഫ്രിഡ്ജ് നിറയ്ക്കാനാണ് നോക്കിയത്. കാര്യം ഇവർ അനീഷിന് വേണ്ടിയാണല്ലോ കളിക്കുന്നത്. അപ്പം അങ്ങനെ ആ വഴി നമ്മുടെ അക്ബറും പിന്നെ ഷാനവാസും പിന്നെ ഒനീലിൻ്റെ ടീം അവർ പിന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സോ അതാണ് സംഭവിച്ചത്. അവർ വിജയിച്ചു. പിന്നെ രേന ഫാത്തിമേൻ്റെ ടീം, അത് ജിസയിലും നമ്മുടെ പിന്നെ ആര്യനും കൂടെയാണ് ചെയ്യുന്നത്. പിന്നെ രേണുസുതി, പിന്നെ അനീഷിൻ്റെ ടീം. എന്നാലും അവർ കളിച്ചു. അനീഷിൻ്റെ ടീമാണ് പിന്നെ ജയിച്ചത്. പിന്നെ സരികേൻ്റെ ടീം, പിന്നെ ശാരികേൻ്റെ ടീം. ഇങ്ങനെയാണ് വന്നത്. അപ്പം അവിടെ ഒരു ഫൗൾ പ്ലേ നടന്നു. അതായത് ബിന്നിയുടെ ഫൗൾ പ്ലേ ആണ്. അത് കഴിഞ്ഞ ദിവസം നടന്നു എന്നാണ് പറയുന്നത്. ബിന്നി എന്താണ് അതിന് മുന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, ആ ചെളിയിൽ കയറിയിട്ട് കോയിൻസ് എടുക്കുകയായിരുന്നു. സോ എന്തായാലും കോയിൻ വേട്ട അങ്ങനെ എന്തോ ആയിരുന്നു. ആ ടാസ്കിൻ്റെ പേര് ഇന്നലെ നടന്നത്. അപ്പം അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ടീമിലുള്ളത് പിന്നെ ശാരിക കേബിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ ടീമിലുള്ളത് ബിന്നിയും പിന്നെ ആദില നൂറുമാണ് ആ ടീമിലുള്ളത്. അപ്പം പിന്നെ ബിന്നിനോട് എടുക്കാൻ പറഞ്ഞു കോയിൻസ് ഈ ശാരിക കേബി. കാര്യം പുള്ളിക്കാരിക്ക് കുറച്ച് ടാക്ടിക്സ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിനോട് എടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി
ഇറങ്ങാൻ സമയമായപ്പോൾ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേറെ ഡ്രസ്സില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മുടെ ആദില നൂറിൽ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ ബിന്നി പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവരിറങ്ങാനും ഇറങ്ങാനും പോയില്ല. പക്ഷേ അവിടെ ആ പിറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു നേരെ മലക്കം പറഞ്ഞ് ബിന്നി ഈ ടാസ്കിൽ നിന്ന് കൈയൊഴിഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ ആദില നൂറിൽ നിന്ന് അവർ വരുന്നത്. അപ്പം ആ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ട് ഷാരികയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവസാന നിമിഷം ബിന്നി മാറിപ്പോയത്. ഇന്നും അതുപോലൊരു കാര്യം നടന്നു. ഇന്ന് അവരുടെ ടാക്ടിക്സ് എന്ന് പറയുന്നത് അവിടെ കുറേ സാധനങ്ങളുണ്ട്, ആ പെട്ടി ആദ്യം നിറയ്ക്കുക. അവിടെ കുറേ പെട്ടിയുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ടാക്ടിക്സ് എന്ന് പറയുന്നത് ആ പെട്ടിയിൽ കുറേ സാധനങ്ങൾ നിറച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റുക എന്നുള്ളതായിരുന്നു. അതിന് പകരം ബിന്നി കാണിച്ച് നേരെ പെട്ടിയെടുത്ത് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഫ്രിഡ്ജ് കുറച്ച് അകലത്താണ് നിൽക്കുന്നത്, അപ്പോൾ പെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ നിറയ്ക്കണമെങ്കിൽ പിന്നെ നേരെ ഫ്രിഡ്ജിലേക്ക് നിറച്ചാൽ പോരെ എന്നതാണ് പോയിന്റ്. അപ്പോൾ ഷാരികയ്ക്ക് അത് മനസ്സിലായി. ഇവരിങ്ങനെ പറഞ്ഞ് പുറത്തുനിന്ന് പറയുകയും ചെയ്തു, എന്നിട്ട് അത് ചെയ്തുമില്ല. അപ്പോൾ പുള്ളിക്കാരി സ്വാഭാവികമായിട്ടും ബിന്നി ടീമിൽ വേണ്ട എന്ന് പറയും. അപ്പം ബിന്നി ടീമിൽ വേണ്ട എന്ന് ഷാരിക മുഖത്ത് നോക്കി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം ബിഗ് ബോസ് തന്നെ വേറൊരു ടാക്ടിക്സ് അങ്ങോട്ടിറക്കി, നിങ്ങൾക്ക് ആൾക്കാരെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പം ഷാരികയോട് ചോദിച്ചു. ഷാരിക പറഞ്ഞു ഇന്നതാണ് കാരണം, മാറണമെന്ന് പറഞ്ഞു. ഒനിയലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് മാറണ്ട, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മുടെ അനീഷ് നേരെ മലക്കം പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ടീമിൽ എനിക്ക് വിശ്വാസമില്ല, ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്ക് അപ്പാണി ശരത്ത് ആഞ്ഞടിച്ച് കയറി ഉള്ള കാര്യം പറഞ്ഞു. ഇന്നത്തെ ഗെയിം തോൽക്കാനുള്ള കാരണം അനീഷാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കിയപ്പം നമ്മുടെ അനീഷാണ് പറഞ്ഞത് ഈ പെട്ടിയൊക്കെ മൊത്തം നിറച്ചാൽ മതി എന്നുള്ള കാര്യം. അനുമോളും കുറേ കാര്യം പറഞ്ഞു. അവർ ആത്മാർത്ഥമായിട്ടാണ് കളിച്ചത്. പക്ഷേ അവിടെ അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം അവരും തകർന്നു പോയി. ബാക്കി എല്ലാവരും അന്തിച്ചു പോയി. സോ അതൊരു അനീഷ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാര്യമുണ്ട്. അപ്പാണി പറയുന്നത് കാര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാണി പറയുന്നതിലും കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ബാക്കി എല്ലാവരും കളിക്കുന്നുണ്ട്, അവർ ജയിക്കുന്നുണ്ട്, ഇവരുടെ ടീം ഒത്തിരി ബാക്കിലുമാണ്. അപ്പം അതെന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് അനീഷ് സംസാരിക്കുന്നത്. അപ്പാണി പറയുന്നത് ഞാൻ മാക്സിമം കളിക്കുന്നുണ്ട്, ഇത് നടക്കാത്തത് എൻ്റെ കുറ്റമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ തല്ലിയാൽ അപ്പുറം ഇപ്പുറം ന്യായം ഉണ്ടെന്ന് പറയുന്ന അതേ അവസ്ഥയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അപ്പാണി ശരത്തിൻ്റെ ഭാഗത്തും അനുമോളുടെ ഭാഗത്തുമാണ് ന്യായം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാക്സിമം ഇട്ടിട്ടുണ്ട്. ഫലമില്ലാതായി പോകാൻ കാരണം ചിലപ്പോഴൊക്കെ വിധിയാണ്. കാര്യം ഇന്നലത്തെ ഗെയിമിൻ്റെ അകത്ത് താക്കോൽ വെള്ളത്തിൽ നിന്ന് കിട്ടണം, അത് ഏത് താക്കോലാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് പാനിക് സിറ്റുവേഷൻ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരത് കോപ്പപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് അനീഷ് കാരണമാണ് പ്രശ്നമുണ്ടായത്. സോ ഇവരെയും ശരിക്കും പറഞ്ഞാൽ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഒരിടത്തൊരിടത്ത് ആ ടാസ്ക് ഇന്നെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈവ് സ്റ്റോറിയാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കാണുക. നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്ന്. ഒരു ടാസ്ക് ആയിരുന്നു ഒരിടത്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവം പറഞ്ഞത്. ഓക്കെ, അത് കാണാൻ ശ്രമിക്കുക. ആസ് യൂഷ്വൽ നമ്മുടെ നിവിൻ വന്നിട്ടുണ്ടായിരുന്നു. നിവിൻ്റെ അടിച്ചുമാറ്റലും പരിപാടിയൊക്കെ ആയിട്ട് നിവിനും ആക്റ്റീവായിരുന്നു. പുള്ളിക്ക് ആരും വേണ്ട കോമഡി ഉണ്ടാക്കാൻ. പുള്ളി ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ മതി. പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരൻ്റെ ശ്രമവും പുള്ളിക്കാരൻ്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ വരുമ്പം എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു പോയി. അപ്പം ഇന്ന് ഓവറോൾ നോക്കുകയായിരുന്നെങ്കിൽ ഇന്ന് സ്കോർ ചെയ്തവർ ആസ് യൂഷ്വൽ അക്ബർ ഉണ്ട് മുന്നിൽ. അക്ബറുടെ ടാക്ടിക്സ് കാരണം അനുമോൾ ഉണ്ടായിരുന്നു. കാര്യം അനുമോൾ ജിസയിലായിട്ടുള്ള പ്രശ്നങ്ങളിലും നമ്മുടെ അനീഷിനോട് പറഞ്ഞ കാര്യങ്ങളും മുന്നിൽ തന്നെ നിന്നു. ജിസൈലിൻ്റെ മേക്കപ്പ് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിട്ടുണ്ട്. എന്തായാലും വീക്കെൻഡ് പൊക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു കാർഡ് എടുത്ത് കാണിക്കാനുള്ള എല്ലാ പരിപാടിയും ജിസൈൽ ചെയ്യുന്നുണ്ട്. സോ ചിലപ്പം പൊക്കോളൂ എന്ന് പറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് നാളെ കാണാം.